ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തദേവ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ അക്കാഡമിക്സ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ തരാനാണ് ഈ വീഡിയോ. അപ്പോൾ പോയി നോക്കാം. ഫസ്റ്റ് ഇയറിൽ മെയിനായിട്ട് നമുക്ക് 3 സബ്ജക്റ്റുകളാണ് വരുന്നത്: അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ 3 ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അതിൻ്റെ ലാബ്സിനെയും പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സ്പീരിയൻസ് നമുക്ക് തരാൻ പോകുന്ന ഡിസെക്ഷൻ ഹാളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഏതൊരു വിദ്യാർത്ഥിക്കും ഫസ്റ്റ് ഇയറിൽ മാക്സിമം ഓർമ്മകൾ തരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അതാണ് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കുട്ടി ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്വപ്നമായിരിക്കും ഡിസെക്ഷൻ ടേബിളും അവിടുത്തെ കടാവറി കോത്തും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ഡിസെക്ഷൻ ഹാൾ. ഇവിടെ നിന്നായിരിക്കും നമ്മൾ മനുഷ്യ ശരീരത്തെ കൂടുതൽ അറിയുകയും ആദ്യമായിട്ട് ഡിസെക്ഷനൊക്കെ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും ഡിസെക്ഷൻ ഹാൾ. നമ്മുടെ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് 2 ലെക്ചർ ഹാൾസ് ആണുള്ളത്: ഓൾഡ് അനാട്ടമി ആൻഡ് ന്യൂ അനാട്ടമി ലെക്ചർ ഹാൾസ്. നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ റിനോവേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൾഡ് അനാട്ടമി ലെക്ചർ ഹാളാണ്. ക്ലാസ്സിലെ 175 പേർക്കും സുഖമായിട്ടിരുന്ന് ക്ലാസ് കാണാൻ പറ്റിയ ഞങ്ങളുടെ പുതിയ ലെക്ചർ ഹാൾ. ഇതാണ് ഞങ്ങളുടെ ന്യൂ അനാട്ടമി ലെക്ചർ ഹാൾ. ഇപ്പം കാണിച്ച ന്യൂ അനാട്ടമി ബിൽഡിങ്ങിൽ ഇതുപോലത്തെ 2 ലെക്ചർ ഹാളാണ് സിമിലർ ആയിട്ടുള്ളത്. ഫുള്ളി എയർ കണ്ടീഷണർ സെറ്റപ്പിലാണ് ഈ ഒരു ലെക്ചർ ഹാൾ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ തിയറി അവേഴ്സിന് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെക്ചർ ഹാൾ ഏതാണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഇറ്റ്സ് ന്യൂ അനാട്ടമി ലെക്ചർ ഹാൾ. അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിനോട് കുറച്ച് മാറിയിട്ടാണ് ഞങ്ങളുടെ കോളേജിൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഹെമറ്റോളജി ലാബ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിസിയോളജി ലാബാണ് ഫിസിയോളജി പ്രാക്ടിക്കൽസിന് നമ്മൾ പോകേണ്ട സ്ഥലം. ഇവിടെ നിന്നായിരിക്കും BP നോക്കാനും RBC WBC കൗണ്ട് നോക്കാനും തുടങ്ങി ഒട്ടേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുക. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ബ്യൂട്ടിഫുൾ വരാന്തയിലാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ബയോകെമിസ്ട്രി ലെക്ചർ ഹാൾ. ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി തിയറി ക്ലാസ്സസ് ഇവിടെ നിന്നായിരിക്കും നടക്കുക. നേരത്തെ പറഞ്ഞ പോലെ 175 പിള്ളേർക്ക് സുഖമായിട്ട് വിശാലമായിട്ട് ഇവിടെ ഇരുന്ന് ക്ലാസ് കാണാനൊക്കെ കഴിയും കേട്ടോ. ഫൈനലി നമ്മുടെ കോളേജിലെ സ്റ്റഡി എൻവയോൺമെൻറ്റ് കാണിച്ചു തരാം. ഏതാനും മാസങ്ങൾക്ക് മുന്നേ റെനോവേറ്റ് ചെയ്ത ഞങ്ങളുടെ പുതിയ അക്കാഡമിക് ബ്ലോക്കിലാണ് സെൻട്രൽ ലൈബ്രറിയും സ്റ്റഡി ഹാളും സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ കോളേജിലെ പുതിയ സെൻട്രൽ ലൈബ്രറി. സെൻട്രൽ ലൈബ്രറിയുടെ വർക്കിംഗ് ടൈം വരുന്നത് 9 AM to 9 PM ആണ്. കയറി വന്ന് രജിസ്റ്ററിൽ പേരും ബാച്ചും എഴുതി വെച്ചാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര ബുക്ക് വേണമെങ്കിലും ഇവിടുന്ന് റെഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ദ ഗ്രാൻഡ് TDMC സ്റ്റഡി ഹാൾ. ഇവിടുത്തെ ഏറ്റവും പുതിയ ഹാളും ഇത് തന്നെയാണ്. ഞങ്ങളുടെ അലൂമിനി ബാച്ചും പ്രിൻസിപ്പളും കൂടെ ഒത്തുചേർന്ന് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഈ ഒരു സ്റ്റഡി ഹാൾ. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ വെൻഡിങ് മെഷീനും ഫിൽട്ടർ വാട്ടറും ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വിശാലമായിട്ടുള്ള സീറ്റിങ്ങും വെന്റിലേഷനും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാം. ഇതും അവിടെ തന്നെയുള്ള ഞങ്ങളുടെ പഴയ AC സ്റ്റഡി ഹാളാണ്. നമ്മുടെ കോളേജിൻ്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ആക്സസ് ആണ് കോളേജിലേക്കുള്ളത്. തിരുവനന്തപുരം കോഴിക്കോട് NHൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സോ വണ്ടാനം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിലേക്ക് എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തും. അവിടുന്ന് വെറും 100 മീറ്റർ മാറിയിട്ടാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി റെയിൽവേ സ്റ്റേഷൻ ഫെസിലിറ്റീസിനാണെങ്കിൽ അടുത്ത് 2 റെയിൽവേ സ്റ്റേഷനാണുള്ളത്: ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനും അമ്പലപ്പുഴയും.
ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ സ്പോർട്സ് ആൻഡ് ആർട്സ് ഫെസിലിറ്റീസ്, ക്യാൻറ്റീൻ ആൻഡ് ക്യാമ്പസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത പാട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരോട് ചാനൽ റെക്കമെൻഡ് ചെയ്യുക.